എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Wheel of Fortune, Strength card, Queen of Pentacles, Queen of Wands, Nine of Cups, Hanged Woman energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കൂടാതെ പറയുകയാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളും മനസ്സമാധാനക്കേടും സ്വസ്ഥത കുറവൊക്കെ മാറി ഇനി അങ്ങോട്ടേക്ക് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും തന്നെയാണ്. ആദ്യം തന്നെ എടുത്ത് മാറ്റേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയാണ്. പിന്നെ പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ്, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നിങ്ങളാണ് എങ്കിൽ, ഇപ്പോഴത്തെ സമയങ്ങളിൽ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ ഒരു എനർജി, ഒരു മെയിൽ എനർജി ഒരു എനർജി ഫീൽ ചെയ്യുന്നു, ഒരു മസ്കുലൈൻ എനർജി ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. പിന്നെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലുണ്ട്. അപ്പോൾ മഹാദേവൻ ശിവനെ ആരാധിക്കുന്നതും കൂവളമാല ശിവനെ ചാർത്തുന്നതും നല്ലതായിരിക്കും. അത് വളരെയധികം നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ലഭിക്കുന്ന ഒരു കാര്യം. അതേപോലെ ധാര മഹാദേവന് നൽകുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, സ്ട്രെസ്സും കാര്യങ്ങളും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നല്ല സമയമാണ്. നല്ല സമയത്ത് നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന ആ ഒരു നല്ല കാര്യങ്ങൾ, സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഇപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ, സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് എത്താതിരിക്കുന്നില്ല. പക്ഷേ അത് എത്താനുള്ളത് നിങ്ങളിലേക്ക് എത്താൻ വൈകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ പുറന്തള്ളി മാറ്റുകയാണ് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. ഇപ്പോൾ സത്സംഗ് അല്ലെങ്കിൽ സപ്താഹമോ അല്ലെങ്കിൽ ദശാവതാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പള്ളികളിലും എന്തെങ്കിലുമൊക്കെ ഇന്ന ദിവസവും ഇന്ന പള്ളികളിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പള്ളികളിലും അന്നദാനവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അന്നദാനം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ പോവുക, ഞായറാഴ്ച കുർബാന കൂടാൻ കുറഞ്ഞ പക്ഷം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതൊരു പോസിറ്റിവിറ്റി ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന നല്ല കാര്യങ്ങൾ, സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളായിട്ട് അകറ്റി നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വയം എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ചെയ്താൽ ശരിയാവും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിൻ്റേതായിട്ടുള്ള ചില ചാബല്യങ്ങളൊക്കെ വന്ന് ചേരാം. പക്ഷെ എന്നിരുന്നാലും അത് വലിയ തിരക്കേടില്ലാത്ത അതായത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അതൊക്കെ ആ ഒരു സമയത്തിൻ്റെയും കാലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയും മക്കൾക്കൊരു സുഹൃത്തായിട്ട് ഇരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അച്ഛനമ്മ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന കുട്ടികൾ, ഒരു 18-25 വയസ്സ് ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ, അപ്പോൾ അറിയാത്ത പലതും അറിയാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ചുരുക്കം. ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ചുകൂടി കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ കണക്ട് ചെയ്തിരിക്കുന്നത് അവരുമായിട്ട് ആ ഒരു സൗഹൃദം നിലനിർത്തിയാൽ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി
വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്ന സമയമാണ്. അതിനിപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ളവർ, വീട്ടമ്മമാർ, അപ്പോൾ വീട്ടിൽ ജോലികൾ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവർ, പുറത്തു പോയിട്ട് ജോലി ചെയ്യാത്തവരെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാം സ്വന്തമായിട്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനുള്ള അവസരം വരുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവേ ഒരു മാസം നല്ല ധൈര്യമായിരിക്കും. അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ധൈര്യം, അപാര ധൈര്യം എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് ധൈര്യം ഉള്ളത് നല്ലതാണ്. ഒരു എന്താണ് സ്വയം ഒരു എന്തിലും ഏതിനും ഒരു ധൈര്യം നല്ലത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു എടുത്തുചാട്ടം കൂടി വരികയാണ്. അപ്പോൾ നല്ല ധൈര്യമുണ്ട്, എടുത്തുചാട്ടം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി എന്തിലും എടുത്ത് ചാടാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ധൈര്യം മനസ്സിലുണ്ടാകുമ്പോൾ മെച്യൂറായിട്ട് കൂടി പെരുമാറുകയാണ് എങ്കിൽ, അതായത് ചില സമയങ്ങളിൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാം, പക്ഷേ ആളും തരവും കൂടി നോക്കിയിട്ട് പ്രതികരിക്കുക. അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി, അതായത് പക്വതയില്ലാതെ ധൈര്യം ഉണ്ടായിട്ട് കാര്യമില്ല. പക്വതയോട് കൂടിയിട്ടുള്ള ധൈര്യമാണ് ആവശ്യം ഇവിടെ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണോ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പലരും റിസ്ക് എടുക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ റിസ്ക് എടുത്താൽ സാധ്യതകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡിങ്ങോ ഷെയർ ട്രേഡിങ്, മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും റിസ്ക് എടുക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് അതിലേക്ക് ധൈര്യം സംഭരിച്ച് മുന്നോട്ടേക്ക് വരികയാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റിയ സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഒത്തിരി എന്താ പറയുക, ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ വിഷ് കം ട്രൂ കാർഡാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹം അത് സാധ്യമാകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുള്ളൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, നടന്നിട്ടില്ലാത്തത് ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗം എന്താണ്, നിങ്ങളുടെ ഒരു നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ കാട്ടിത്തരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ആ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്താണ് സോൾ പർപ്പസ് എന്താണ്, അതേപോലെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചില ആളുകളുടെ ഒരു സ്വഭാവത്തിലൊരു മാറ്റം കാണിക്കുന്ന, സ്വഭാവത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സോഷ്യലി എല്ലാവരോടും സംസാരിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉൾവലിഞ്ഞ് പോകാൻ ഉൾവലിഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. ആക്ച്വലി നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആ ഒരു ലോകം ഇഷ്ടപ്പെടാൻ, ആ ഒരു സോളിറ്റ്യൂഡ്, ആ ഒരു ഏകാന്തത എന്നുള്ള, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ പലപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു നിശബ്ദത ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കത് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞതായിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അതിനൊക്കെ പരിഹാരം ആകുന്നുണ്ട്. ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലോൺ കിട്ടാനുള്ള സാഹചര്യം, പിന്നെ ആരെങ്കിലും പണം കടം കൊടുത്തിട്ട് തിരിച്ച് ഇതുവരെ തരാത്തവരാണെങ്കിൽ പണം കടം കൊടുത്തവർ തിരിച്ച് നൽകുന്ന ഒരു സാഹചര്യം, അപ്രതീക്ഷിതമായിട്ട് തന്നെ അവർ പൈസ തിരിച്ചു കൊണ്ടേ തരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകൾക്ക് കരിയറിൽ ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് പ്രൊമോഷനോ അതേപോലെ ട്രാൻസ്ഫറോട് കൂടിയിട്ട് ശമ്പള വർധനമൊക്കെ വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി ഹാങ്ഡ് മാൻ, അല്ലെങ്കിൽ ഇവിടെ ഹാങ്ഡ് വുമൺ എനർജി എന്ന് പറയാം. അപ്പോൾ ഒരു സ്റ്റക്കായിരിക്കുന്ന കാര്യം, ഏതോ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു, പക്ഷേ ഈ ഒരു കാര്യം മാത്രം എന്ത് ചെയ്താൽ നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് ഇപ്പോഴും അതിന് സമയമായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളത് ചിന്തിക്കുന്ന രീതിയിലല്ല അത് നടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ആലോചിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിൽ എന്താണ് തിരുത്തി വരുത്തേണ്ടത്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം എങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ടേക്ക് പോവുള്ളൂ. അതർവൈസ് അത് സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. ബിഗ് താങ്ക് യു.